ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു കൂട്ടം റോസാ ചെടികളുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. റോസാ ചെടികൾ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടായിരിക്കില്ല അല്ലേ? പക്ഷേ പലരും പരാജയപ്പെട്ടിട്ടുള്ളത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളിലൂടെയാണ്. റോസാ ചെടിയിൽ ഒരുപാട് പേര് പരാജയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുമല്ല, നമ്മുടെ യൂട്യൂബിനകത്ത് റോസാ ചെടികളുടെ കെയറിങ്ങും പ്രൂണിങ് വളപ്രയോഗം ഞാനിടുന്നത് മാത്രമല്ലാതെ ഒരുപാട് വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ഔട്ട്ലെറ്റിൽ വന്നിട്ടുള്ള കുറച്ച് റോസാ ചെടികളുടെ കളക്ഷനായിട്ടാണ്. ആരെയും മോഹിപ്പിക്കുന്ന, നമ്മൾ ചിത്രങ്ങളിലും ഗൂഗിളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഫോട്ടോസ് പോലത്തെയുള്ള റോസാ ചെടികളായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല വലിയ സൈസുള്ള ചെടികളാണ് കേട്ടോ. ഇപ്പോൾ ഏകദേശം ഒരു 3 അടി 4 അടിയൊക്കെ ഹൈറ്റ് വരുന്ന ചെടികൾ ഇതിനകത്തുണ്ട്. എന്നാൽ തീരെ ചെറിയ ചെടികളും നമ്മുടെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പൂക്കളുടെ റാണി എന്നാണ് നമ്മുടെ റോസാ ചെടിയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ പൂക്കളുടെ റാണി ഉദ്യാനങ്ങളിൽ ഒരെണ്ണമെങ്കിലും നട്ടുപിടിപ്പിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണല്ലേ. മറ്റേതെല്ലാം വെറൈറ്റി ചെടികളും നമ്മുടെ ഉദ്യാനങ്ങളിൽ നിറഞ്ഞു നിന്നാലും നമ്മുടെ റോസാ ചെടി ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെയാണ്. അപ്പോൾ നിങ്ങളൊന്ന് നോക്കൂ, എന്ത് വലിയ പൂക്കളാണ്, എന്ത് വലിയ പൂമൊട്ടുകളാണ് നമ്മുടെ ഈ ചെടികൾക്ക് എല്ലാം വരുന്നത്. അത്യാവശ്യം നല്ല വലിയ ചെടികളായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു പേടിയും പേടിക്കാതെ ചെടി നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്രയും വലിയ ചെടികൾ നമുക്ക് ഓൺലൈനിൽ കിട്ടുമോ, അതെങ്ങനെയാണ്, ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ. ഒരു കേടും കൂടാതെ ഈ റോസാ ചെടികളെല്ലാം നമ്മുടെ കൂട്ടുകാരുടെ എല്ലാവരുടെ അടുത്തേക്കും DTDC കൊറിയർ വഴി എത്തുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ ചിന്തിക്കുന്നുണ്ടായിരിക്കും, ഇതൊക്കെ നഴ്സറിക്കാരുടെ തട്ടിപ്പാണ്, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു വലിപ്പം ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ ചെടിയിൽ ഉണ്ടായിരിക്കില്ല പൂക്കൾക്ക് എന്നൊക്കെ എന്നെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടുള്ളൊരു മറുപടിയാണ് നമ്മൾ പറയുന്നത്. എല്ലാവരുടെ വീട്ടിലും ഇതേപോലെ ഇതേ വലിപ്പത്തിലൊക്കെയുള്ള പൂക്കൾ ഉണ്ടായിരിക്കും. കാരണം ഇത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള നല്ല വലിയ ചെടിയാണ്. നമ്മൾ തീരെ ചെറിയ ചെടികളൊന്നുമല്ല. പിന്നെ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോയി അത്യാവശ്യം ഒരു പോട്ടിംഗ് മിക്സും ചേർക്കാതെ നമ്മുടെ വീട്ടിലെ മണ്ണ് മാത്രം വെച്ചിട്ട് റീപോർട്ട് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് ചെടി പിടിച്ച് ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ആവശ്യമുള്ള പോട്ടിംഗ് മിക്സ് എല്ലാം ചേർത്തിട്ട് ചെടി റീപോർട്ട് ചെയ്യുക വീണ്ടും. അത് അത്യാവശ്യം നല്ല വലിയൊരു ചട്ടിയിലോ നല്ല വലിയൊരു കുഴി എടുത്തിട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ വെയിൽ മാത്രം കിട്ടുന്ന ഒരു സ്ഥലം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. കൂടാതെ 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് വളപ്രയോഗങ്ങൾ ചെയ്തു കൊടുക്കണം. വളം ഒന്നും ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടിയിൽ യാതൊരു പുരോഗതി ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പം നമ്മുടെ ജൈവവളമോ അതല്ല രാസവളമോ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെടിയുടെ അടിയിലേക്ക് ഇട്ട് കൊടുക്കുക. അതുകൂടാതെ നല്ല നല്ല ഫെർട്ടിലൈസേഴ്സ് ഉണ്ട്. അതിന് വളരെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ എക്സോഡസ് കേട്ടോ. ആമസോണിൽ കിട്ടുന്ന എക്സോഡസ്. അപ്പം ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, അത് ഏത് ചെടിയിലും നല്ല വലിയ പൂക്കൾ തരാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണത്. അപ്പോൾ അത് കുറച്ച് വെള്ളത്തിൽ കലർത്തിയിട്ട് നമ്മൾ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞതിന് ശേഷം ചെടിയിലേക്ക് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ വെറുതെ ഒന്ന് അങ്ങോട്ട് സ്പ്രേ ചെയ്ത് പോയാൽ പോരാ, ഓരോ ചെടിയും എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചിട്ട് എല്ലാ ഭാഗങ്ങളിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ നമ്മൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏറിപ്പോയാൽ ഒരാഴ്ച അതിനുള്ള നിങ്ങൾക്ക് ആ ചെടിയിൽ വരുന്ന മാറ്റം കണ്ടറിയാൻ പറ്റും. അതിലുപരി നമ്മുടെ വീട്ടിലെ കഞ്ഞിവെള്ളം അത് ഏറ്റവും നല്ലൊരു കാര്യമാണ് കേട്ടോ. പൂക്കൾക്ക് നല്ല വലിപ്പം വയ്ക്കാനും നിറയെ പൂക്കൾ ഉണ്ടാവാനും സഹായിക്കുന്ന നമ്മുടെ വീട്ടിലെ തന്നെ നല്ലൊരു ഫെർട്ടിലൈസറാണ് കഞ്ഞിവെള്ളം എന്ന് പറയുന്നത്. കഞ്ഞിവെള്ളം നമ്മൾ നന്നായിട്ട് പുളിപ്പിക്കാൻ വയ്ക്കുക 1-2 ദിവസം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ കഞ്ഞിവെള്ളത്തിനകത്ത് കുറച്ച് പച്ചവെള്ളം കൂടി ചേർത്തിട്ട് ചെടിയുടെ കടക്കിലേക്ക് ഒന്ന് ഒഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് ആ ചെടിയിലെ നല്ല മാറ്റം തന്നെ കാണാൻ പറ്റും. നമ്മുടെ ഗാർഡനിങ്ങിൻ്റെ വീഡിയോസ് ചെടികൾ മേടിക്കാൻ ഇഷ്ടമില്ലെങ്കിലും ജസ്റ്റ് പൂക്കളും ചെടികളും കാണാനൊക്കെ ആയിട്ട് കണ്ടിരിക്കുന്ന ഒരുപാട് കൂട്ടുകാർ നമുക്കിടയിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾ ഇന്നത്തെ ഈ സുന്ദരികളായ ഇത്രയും വലിയ റോസാ ചെടികളെ നമ്മളിന്ന് സമർപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.